നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT. സ്വർണ്ണവാതിൽ തട്ടിപ്പിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ അധ്യക്ഷനായേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി വീണ ജോർജ്. അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം. പന്മന സ്വദേശിയായ വേണു മരിച്ചത് ഇന്നലെ. ബീഹാറിലെ ആദ്യഘട്ടത്തെ നിയമസഭാ വോട്ടെടുപ്പിൽ 5 മണിവരെ 60% പോളിംഗ്. RJD പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ കല്ലേറ്. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഓപ്പറേഷൻ രക്ഷിതയിൽ പരിശോധന നടക്കുന്നത് 38 സ്റ്റേഷനുകളിൽ. നടപടി മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്താൻ. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20യിൽ ഇന്ത്യക്ക് 48 റൺസിന്റെ വിജയം. ബെറ്റിംഗ് ആപ്പ് കേസിൽ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ ED നടപടി. സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. പിടിച്ചെടുത്തത് 11,14 ലക്ഷം രൂപ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. വ്യക്തിപരമായ അസൗകര്യം മുൻനിർത്തി പത്മകുമാർ 2 ദിവസത്തെ സാവകാശം തേടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ തീരുമാനിച്ച കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവസ്വം സെക്രട്ടറി S ബിന്ദുവിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ദേവസ്വം ബോർഡ് തടഞ്ഞു. കാലാവധി അവസാനിക്കുന്നതോടെ PS പ്രശാന്തിന് പകരം ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരിൽ നിന്നും നിർണായക വിവരങ്ങളാണ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനും N വാസുവിനുമെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാൽ 2 ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. കേസിൽ N വാസുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. എ പത്മകുമാറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന മുൻ ബോർഡ് അംഗം KP ശങ്കർദാസിന്റെയും N വാസുവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന N വിജയകുമാറിന്റെയും മൊഴികൾ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. അതേസമയം ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ബിന്ദുവിനെതിരെ ദേവസ്വം ബോർഡ് വകുപ്പ് നടപടി സ്വീകരിച്ചു. ബിന്ദുവിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ദേവസ്വം ബോർഡ് തടഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി കോടതിയും പരാമർശിച്ചിരുന്നു. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ PS പ്രശാന്തിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റാനാണ് തീരുമാനം. പുതിയ പ്രസിഡന്റായി ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ പേരാണ് സജീവ പരിഗണന. നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നീക്കം. ശ്രീകോവിലിൽ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കാട്ടി റാന്നി കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിച്ചേക്കും. ഒപ്പം മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഗുരുതര കുറ്റകൃത്യം നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യണം. ചവിട്ടിപ്പുറത്താക്കേണ്ട കാട്ടുകള്ളന്മാർക്കാണ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാർ നിസ്സംഗത തുടരുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒച്ചിഴയും പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. തെറ്റു ചെയ്തവരെ കയ്യാമം വെക്കാൻ സാധിക്കുന്നില്ലെന്നും തൊണ്ടി മുതൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കോടതിയുടെ സംശയങ്ങൾ വളരെ വളരെ പ്രബലമാണ്, ബലപ്പെട്ടതാണ്, അടിസ്ഥാനപരമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗൌരവത്തിൽ പരിശോധിച്ചാണ്. പക്ഷേ ഗവൺമെന്റ് നിസ്സംഗത തുടരുക തന്നെ ചെയ്യുകയാണ്. ഈ 1 മാസക്കാലത്തെ അന്വേഷണം എന്താണ്? ഒച്ചിഴയുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, അവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. ഈ സ്വർണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എല്ലാ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കയ്യാമം വെക്കാൻ സാധിച്ചില്ല.
അവരെ സംരക്ഷിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാൻ തൊണ്ടിമുതൽ ഒരു മോഷണക്കേസാണല്ലോ, അതിലെ തൊണ്ടിമുതലിന് ഏറെ പ്രാധാന്യമുണ്ട്. സ്വർണ്ണപ്പാളികൾ, താരവാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാളികൾ, കതക് ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിന്റേതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ് അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്കെതിരെ വൻ പ്രതിഷേധ പരിപാടികൾ നടത്താനൊരുങ്ങി BJP. സംസ്ഥാനത്തെ 25 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തരെയും പ്രമുഖരെയും പങ്കെടുപ്പിച്ച് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ശബരിമല കൊള്ളയിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് 1 കോടി ഭക്തർ ഒപ്പിട്ട ഭീമഹർജി നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാൻ NITയെ സംശയം ഒരു നിർത്തിയിട്ടില്ല. NITയുടെ അന്വേഷണം സംശയകരമാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് SITക്ക് പരിമിതികളുണ്ട് എന്ന്. പരിമിതികൾ എന്നുള്ള വാക്കും സംശയവും രണ്ടിട്ടല്ല. ആ പരിമിതികൾ എന്ന് പറയുന്നത് ഒരു കണ്ടെത്തൽ നടത്തിയാൽ പോലും ആക്ഷനിലേക്ക് നീങ്ങാൻ SITക്ക് പരിമിതികളുണ്ട്. ആ പരിമിതിയാണ് ഇപ്പൊ എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ കണ്ടത്. കാരണം ഈ അവിടുത്തെ എൻഫോഴ്സ്മെന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം 3ാമത്തെ പ്രതിയാണല്ലോ. 3ാമത്തെ പ്രതി 4ാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 3ാം പ്രതി അറസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് SITക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു കുറച്ചുകൂടി നിഷ്പക്ഷമായ സ്വതന്ത്രമായ അന്വേഷണം ഈ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മകൾ വിദ്യയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. കൊല്ലം പന്മന സ്വദേശി വേണു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമായിരുന്നു. ആശുപത്രിയുടെ ചികിത്സാ പിഴവ് അങ്ങനെയാണ് പുറത്തറിഞ്ഞത്. 2 പെൺകുട്ടികളുടെ പിതാവായ വേണു ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത്. പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വേണു മരിച്ചു. തുടർന്നാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഡോക്ടർ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരുടെ സമീപനം വേദന ഉണ്ടാക്കുന്നതാണെന്നും അതിൽ പറയുന്നു. ഞാന് ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്തെ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒക്ടോബർ 31-നെത്തിയ രോഗിക്ക് 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്ന് നേഴ്സ് മറുപടി നൽകിയതായി വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. 108 ആംബുലൻസ് കിട്ടാഞ്ഞിട്ട് പോലും നമ്മൾ പോയത് കാശ് കൊടുത്ത് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ഇതില്ല. എന്നിട്ട് അവർ ആൻജിയോഗ്രാം ചെയ്തില്ല, എക്കോ എടുത്തില്ല. ആ 2 ദിവസം സാധാ ഒരു വാർഡിലാണ് ആ പേഷ്യന്റിനെ കിടത്തിയത്. ഇയർബഡ്സിന്റെ ബാലൻസ് പോകുന്ന രീതിയിലുള്ള തലവേദന. എന്നിട്ട് പറയാം ഭയങ്കര തലവേദന. ഞാൻ ഈ തലവേദന കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റാഫിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് വെച്ചപ്പോൾ അവരങ്ങനെ ടാബ്ലറ്റ് എടുത്തില്ല. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഏതാണോ അത് നോക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും വേണുവിനോട് പറഞ്ഞു. വേണുണ്ട് അവരെന്നെ വഴക്ക് പറയുന്നു, അവർ തരുന്നില്ല. വേണുവിന്റെ ആരോഗ്യനില മോശമായെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും മരുന്നുകളോ കൃത്യമായ ചികിത്സയോ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്നലെയാണ് കൊല്ലം സ്വദേശിയായ വേണു മരിച്ചത്. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായാണ് വേണു ആശുപത്രിയിലെത്തിയത്. നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആശുപത്രിയിലും പിന്നാലെ ജില്ലാ ആശുപത്രിയിലും വേണു ചികിത്സ തേടിയിരുന്നു. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ രാത്രിയായിരുന്നു വേണു മരിച്ചത്. ആൻജിയോഗ്രാം ചെയ്യാനെത്തിയ തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വേണു മരിക്കുന്നത്. വേണുവിന് മതിയായ ചികിത്സ നൽകിയിരുന്നുവെന്ന വാദവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് CG ജയചന്ദ്രൻ രംഗത്ത് വന്നു. ആൻജിയോഗ്രാമിന്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയെ കണ്ടത്. ആക്ച്വലി ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു. കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇവിടെ ഉണ്ട്. അപ്പോ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു. പിന്നെ അതിന് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി രാവിലെ, ഇത് 1-ാം തീയതി രാത്രി അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി ഈ പേഷ്യന്റിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നു. വാർഡ് 2-ൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതിൽ കാർഡിയോളജിയിൽ മെഡിക്കൽ മാനേജ്മെന്റ് തുടരുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് ഇതുവരെ ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വേണുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിക്കാനെത്തിയ UDFന്റെ പട്ടം വാർഡ് സ്ഥാനാർത്ഥി രേഷ്മ, വഴുതക്കാട് വാർഡ് സ്ഥാനാർത്ഥി നീതു വിജയൻ എന്നിവരെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി മരിച്ചതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും സിസ്റ്റം ഇല്ലായ്മയാണ് പ്രശ്നമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾക്ക് ജനങ്ങൾ മറുപടി നൽകും. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും അവസ്ഥ ദുരിതപൂർണ്ണമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ശോചനീയമായ അവസ്ഥയിൽ എത്ര നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ആ വ്യക്തി മരിച്ചും പോകുന്നു. ഇതിലേറെ വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം, ദയനീയമായ സംഭവം വേറെ എന്താ ഉള്ളത്? എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു നിലക്കും മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പോഴുള്ള ആ ഒരു വിഷമത്തിലായിരിക്കും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. വളരെ വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 5 മണിവരെ 60% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ RJD പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. KK പ്രശാന്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, കഴിഞ്ഞ 2020 കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ കാര്യമായി ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ 60% കടന്നിരിക്കുന്നു. പോളിംഗിനെയും കൃത്യമായ കണക്കുകൾ അടുത്ത മണിക്കൂറുകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം വലിയ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുകയാണല്ലോ. RJD പ്രവർത്തകർ പ്രതിഷേധം, ആക്രമണം ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അഖില 2020 അപേക്ഷിച്ച് 8% പോളിംഗ് ഈ 1-ാം ഘട്ടത്തിൽ ബീഹാറിൽ വർദ്ധിച്ചു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 60.13% തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പോളിംഗ് ശതമാനമായി 1-ാം ഘട്ടത്തിലെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത് അവസാന ഘട്ടത്തിലെ, അതായത് ഏറ്റവും ഒടുവിലുള്ള ചില കണക്കുകൾ വരുമ്പോൾ നേരിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ അത് 51.8% 2020 ഉണ്ടായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയ രീതിയിലുള്ള വ്യത്യാസം കഴിഞ്ഞ തവണവുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ തവണ 2020 വലിയ നേട്ടം RJD ഉണ്ടാക്കിയ 1-ാം ഘട്ടം കൂടിയാണെന്ന് പറയേണ്ടി വരും. മഹാസഖ്യം 65 സീറ്റിലും NDA 56 സീറ്റിലുമാണ് കഴിഞ്ഞ തവണ ഈ 121 സീറ്റിൽ വിജയിച്ചു കയറിയത്. അതിൽ തന്നെ BJP 17% വോട്ട് നേടുമ്പോൾ RJD കഴിഞ്ഞ തവണ ഈ 1-ാം ഘട്ടത്തിൽ 23.8% വോട്ടുകൾ നേടിയ ഒരു ഘട്ടം കൂടിയാണ്.
BJP 17 JDU 17 രണ്ടുപേരും ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു വോട്ട് നേടിയത് എന്നുള്ളത് കൂടി എടുത്തു പറയണം. പക്ഷേ എല്ലാ കക്ഷികളും കൂടി ചേർന്ന മഹാസഖ്യത്തിന്റെ ആകെ സീറ്റ് നില 65 എന്ന നിലയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിലവിൽ ഈ 60%-ലധികം പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് വന്നിട്ടുള്ളത് ബഹുസറായി തന്നെയാണ്. രാവിലെ മുതൽ ബഹുസറായിൽ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. 67.32% ബഹുസറായി രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ മറ്റ് ചില മണ്ഡലങ്ങളിൽ 68ഉം 69ഉം തെഗ്ര മണ്ഡലത്തിൽ 69.75% പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് അവസാന കണക്കുകളിലേക്ക് വരുമ്പോൾ 70%-അടുത്തേക്ക് 70%-ന് മുകളിലേക്കൊക്കെ തന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബീഹാറിലെ മൊത്തം പോളിംഗ് രണ്ടാം ഘട്ടം കൂടി വരുമ്പോഴേക്കും മൊത്തം പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും രണ്ട് കൂട്ടരും, അതായത് മഹാസഖ്യവും NDAയും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഉച്ചവരെ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഉപമുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ചെരുപ്പുകൾ എറിയും കല്ലുകൾ എറിയുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. RJD പ്രവർത്തകരും ഗുണ്ടകളുമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ വ്യക്തമാക്കിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവർ തേടുന്നു എന്നുള്ളതാണ് ബീഹാർ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അഖില, ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നവംബർ 14 പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തേജസ്വി യാദവ്. പുതിയ ബീഹാറും പുതിയ സർക്കാരും ഉണ്ടാകുമെന്നാണ് തേജസ്വി പറഞ്ഞത്. ഭാവിക്കും ജോലിക്കും വേണ്ടി വോട്ട് ചെയ്യാനും തേജസ്വി ആഹ്വാനം ചെയ്തു. ബീഹാറിൽ NDA ഭരണം നിലനിർത്തുമെന്ന് ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ. സഹതാപ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയും തേജസ്വിയും മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങൾ അത് തള്ളിക്കളയും. വ്യക്തിത്വം തന്നെ ഇല്ലാതായ നേതാക്കളാണ് ഇരുവരും. പാരമ്പര്യ നേട്ടങ്ങൾ മാത്രമാണ് ഇരുവർക്കും അവകാശപ്പെടാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. देखिए, ये लोकतंत्र का महापर्व और पहली बार बिहार में लोक आस्था के महापर्व छठ के बाद माता छठ मैया का पवित्रता शुद्धता के बाद लोकतंत्र का महापर्व में सबको भागीदारी का अवसर मिला है। जिस तरह से हम छठ पूजा सामाजिक सौहार्द के साथ ऊंच नीच के भेद के बिना मनाते हैं, जिस पवित्रता से एकजुटता से लोकतंत्र का महापर्व भी उसी तरह से मनाना चाहिए और सबको लोकतंत्र के महापर्व में भागीदारी करनी चाहिए। സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIRൽ സുപ്രീംകോടതിയെ സമീപിക്കും മുമ്പ് നിയമോപദേശം തേടാനൊരുങ്ങി സർക്കാർ. അതേസമയം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. SIRും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള BLOമാരെ SIR ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംസ്ഥാന കമ്മീഷനും തമ്മിൽ ധാരണയായി. ഇവർക്ക് പകരമായി അങ്കണവാടി വർക്കർമാരെ നിയോഗിക്കാനാണ് കളക്ടർമാരുടെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലി ഉടനില്ലാത്ത BLOമാർ SIR ഡ്യൂട്ടി തുടരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഫോമുകൾ വിതരണം ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BLOമാർ രാത്രിയിലും വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. പകൽ സമയം വീട്ടിലില്ലാത്തവർക്ക് ഇത് സഹായകരമാകും. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ചയും എല്ലാ മേഖലയിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി 8 മണിവരെ 8,85,925 പേർക്ക് ഫോം വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPMന്റെ 3 ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കും. മഞ്ചൂർ ഏരിയ സെക്രട്ടറി K ശ്രീകുമാർ, പാളയം ഏരിയ സെക്രട്ടറി P ബാബു, വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇന്ന് ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. 75 സീറ്റിൽ CPMും 17 സീറ്റിൽ CPIയും മത്സരിക്കും.
ബാക്കി സീറ്റുകൾ മറ്റ് ഘടകകക്ഷികൾക്ക് നൽകും. വെൽഫെയർ പാർട്ടിയുമായി മുൻപും ധാരണയുണ്ടായിരുന്നില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. കുറച്ചുകൂടി കാത്തിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ സഖ്യ തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കൂടണ്ട, അപ്പുറത്തൊന്ന് നോക്ക്. വാർഡുകളിലൊക്കെ ആരൊക്കെ ആയിട്ടാണ് എന്നുള്ളത്. അവർ LDF ആയിട്ട് ഞങ്ങൾ UDF ആയിട്ടും തന്നെയാണ്. ഫലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചാൽ മതി. അവിടെയാണോ കുഴപ്പം, ഇവിടെയാണോ കുഴപ്പം. അതിൽ കൂടുതൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. വാർഡുകളെ പിൻവലിക്കുന്ന ഡേറ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് റിസർച്ചും കൊണ്ട് ഇറങ്ങിയാൽ മതി, അപ്പം അറിയാം. JNU യൂണിയൻ ഇടത് സഖ്യത്തിന് മുഴുവൻ സീറ്റിലും ഇടത് സഖ്യം ജയിച്ചു. സഖ്യത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം SFIയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി K ഗോപികയ്ക്കാണ്. 1300-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SFI സ്ഥാനാർത്ഥിയുടെ ജയം. കോഴിക്കോട് സ്വകാര്യ ഷോപ്പിംഗ് മാളിന് അനധികൃതമായി ഭൂമി കൈമാറാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. BJP പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നഗരമധ്യത്തിലെ സ്വകാര്യ ഷോപ്പിംഗ് മാളിന് 4.5 സെന്റ് ഭൂമി കൈമാറാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു BJP പ്രതിഷേധം. മുദ്രാവാക്യം വിളികളോടെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ക്യാബിനിൽ കയറിയായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. 15ഓളം വരുന്ന BJP പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. സെക്രട്ടറിക്ക് പിന്തുണയുമായെത്തിയ കോർപ്പറേഷൻ ജീവനക്കാരും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്വകാര്യ മാളിന് നൽകുന്ന ഭൂമിക്ക് പകരം കോട്ടൂർ തണ്ണീർത്തടത്തിലെ വെള്ളക്കെട്ട് ഏറ്റെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഉപേക്ഷിക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. കോട്ടൂളി തണ്ണീർത്തടത്തിലെ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് 2-ൽപ്പെട്ട നിലത്തിൽപ്പെട്ട ഭൂമി ഇവർ പറയുന്ന കോണ്ടിൻജന്റ് കരാർ എന്താണെന്നോ, നാളെ അത് തരം മാറ്റി കിട്ടിയാൽ ഈ അഗ്രിമെന്റ് ആക്കുന്നത്. അനധികൃത ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി തയ്യാറായില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണെന്ന് അമ്മൂമ്മ പോലീസിനോട് സമ്മതിച്ചിരുന്നു. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിലാണ് റോസ്ലി. അതേസമയം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 6 മാസം പ്രായമുള്ള ഡിൽന മരിയ സാറയുടെ കൊലപാതകത്തിലാണ് അമ്മുമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ ഇവർ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം കത്തി മുറിയിലെ ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് റോസ്ലി ഇക്കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. കൊലക്കുപയോഗിച്ച കത്തി വീടിന് സമീപത്തെ പറമ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് കറുകുറ്റി കരിപ്പാലയിലെ വീട്ടിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടെത്തിയത്. അയൽവാസികളുടെ സഹായത്തോടെ അച്ഛൻ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരിച്ചു. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ആന്റണിയും റൂത്തും അമ്മുമ്മയും അപ്പൂപ്പനുമായിരുന്നു രാവിലെ വീട്ടിലുണ്ടായിരുന്നത്. അമ്മ റൂത്ത് അമ്മുമ്മ റോസ്ലിയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തി കുറച്ചു സമയത്തിനുള്ളിലായിരുന്നു സംഭവം. ശാരീരിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച അമ്മുമ്മയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ വിയ്യൂരിൽ നിന്ന് കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബദൽഗുഡി SI നാഗരാജൻ അടക്കം 3 പേർക്കെതിരെയാണ് നടപടി. പ്രതിയെ കണ്ടെത്താൻ ക്യൂബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് വിയ്യൂരിലെത്തിച്ച ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വിയ്യൂർ പരിസരത്ത് നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നു. ബാലമുരുകൻ സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടതായാണ് പോലീസ് നിഗമനം. വിയ്യൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടായിരുന്നു. ബാലമുരുകൻ തമിഴ്നാട്ടിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നിഗമനം. കേരള പോലീസ് സംഘം അന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന്റെ സുരക്ഷാ വീഴ്ചയാണ് ബാലമുരുകൻ രക്ഷപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് തമിഴ്നാട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിയെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചോ എന്നും അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവല്ലയിൽ 19-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു ഐരൂർ സ്വദേശിനിയായ കവിതയെ കൊലപ്പെടുത്തിയത്.
പ്രതിയായ അജൻ റജി മാത്യു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ശിക്ഷാവിധി കേൾക്കാൻ കവിതയുടെ മാതാപിതാക്കളും ബന്ധുക്കളും എത്തിയിരുന്നു. വിധിയിൽ തൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂട്ടറെയും കോടതി പ്രശംസിച്ചു. ഇതിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് ഇത്രയും സിൻസിയറായ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ കേസ് നടത്തിയ പ്രോസിക്യൂട്ടർക്കും ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. 2019 മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കവിതയും പ്രതി അജൻ റജി മാത്യുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ തിരുവല്ല KSRTC സ്റ്റാൻഡിന് സമീപം വഴിയിൽ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു. ശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കവിതയുടെ ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തി. ഓടിക്കൂടിയ നാട്ടുകാരാണ് കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടുകയായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം വെള്ളൂർ KPPL-ലെ മുഴുവൻ കരാർ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. HNL-ലെ ജീവനക്കാരായിരുന്ന 181 പേർക്കാണ് സ്ഥിര നിയമനം ലഭിക്കുക. സർക്കാർ തീരുമാനത്തെ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു. KPPL-ൽ 750 കോടി രൂപയുടെ അടുത്ത ഘട്ട വിപുലീകരണം കൂടി നടപ്പാകുമ്പോൾ വേതനത്തിലടക്കം വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന് കീഴിലായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് 2022 മെയ് മാസത്തിലാണ് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. പഴയ HNL-ലെ തൊഴിലാളികളെ തന്നെയാണ് KPPL-ൽ പരമാവധി തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചത്. ഇത്തരത്തിൽ നിയമനം ലഭിച്ച 181 പേരെ സ്ഥിരപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. സ്ഥിര നിയമനം നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിലുള്ള സന്തോഷ സൂചകമായി CITU നേതൃത്വത്തിൽ KPPL കവാടത്തിൽ മധുരം വിതരണം ചെയ്തു. സ്ഥിര നിയമനം എന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു. മുൻപ് HNL ആയിരുന്നപ്പോൾ സ്ഥിരം ജീവനക്കാരായിരുന്ന 181 പേരെയാണ് ഇപ്പം നിയമിച്ചിരിക്കുന്നത്. സ്ഥിര നിയമനം ആവുന്നതോടുകൂടി തൊഴിലാളികളുടെ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കപ്പെടും. പിന്നീട് പരിഹരിക്കപ്പെടാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന തൊഴിലാളികളുടെ കമ്പനി ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ബാധ്യതകൾ കുറച്ചുകൂടി തീർക്കാനുണ്ട്. ആ വിഷയം സർക്കാരിൻ്റെ പരിഗണനയിൽ തന്നെയാണ്. അതും അധികം താമസിയാതെ തീർക്കുമെന്നാണ് യൂണിയൻ കരുതുന്നത്. സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 750 കോടിയോളം രൂപയുടെ അടുത്ത ഘട്ട വിപുലീകരണത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണെന്നും INTUC-യും വ്യക്തമാക്കി. സ്ഥിര നിയമനത്തിൽ ശമ്പളം പോലെയുള്ള ചില കാര്യങ്ങളിൽ കുറച്ച് അപാകതകൾ വന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇതിലേറെ പ്രതീക്ഷയോടെ കാണുന്നത് ഇനി ഒരു പ്രോജക്റ്റ് വരുന്നതിനാണ്. 750 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അംഗീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രോജക്റ്റൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്ഥിര നിയമനത്തിൻ്റെ യഥാർത്ഥ ഫലം ഉണ്ടാകുകയുള്ളൂ. ജീവനക്കാരുടെ ഘടനയെക്കുറിച്ചും നിയമനങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി നിയോഗിച്ച ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടുകളുടെയും ധനകാര്യ വകുപ്പിന്റെ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. സ്ഥിരപ്പെടുത്തുന്നതോടെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിട്ട പരിശോധന 38 സ്റ്റേഷനുകളിലാണ് നടക്കുന്നത്. മദ്യപിച്ചെത്തുന്നവരെ കണ്ടെത്താനാണ് നടപടി. ട്രെയിനുകളിൽ കയറി ലഗേജുകൾ അടക്കം RPF പരിശോധിക്കുകയാണ്. ട്രെയിനുകളിൽ അതിക്രമണം കൂടുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. പത്തനംതിട്ടയിൽ ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമം. 68-കാരി രക്ഷപ്പെട്ടത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിലൂടെ. മഞ്ഞാടി സ്വദേശിയായ 68-കാരിയെ 2 ദിവസമാണ് തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റിൽ വെച്ചിരുന്നത്. ബാങ്കിലെത്തി തട്ടിപ്പുകാർക്ക് പണം നൽകാനായി പണം പിൻവലിച്ചതോടെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് തട്ടിപ്പുകാർ വീട്ടമ്മയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തത്. മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണെന്ന് അറിയിച്ചു. വീട്ടമ്മയുടെ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിന്റെ ആവശ്യങ്ങൾക്കായി വിളിച്ചതാണെന്നും അറിയിച്ചു. തുടർന്ന് അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് തട്ടിപ്പ് സംഘം വീണ്ടും വിളിച്ചു. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ ബാങ്കിലെത്തി 21.5 ലക്ഷം രൂപ പിൻവലിക്കണമെന്ന് വീട്ടമ്മ ആവശ്യപ്പെട്ടു. പ്രൈവറ്റ് കമ്പനിയുടെ അക്കൗണ്ടാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. ഇത് മക്കൾക്ക് ഫ്ലാറ്റ് മേടിക്കാനാണ്, ഡൽഹിക്ക് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലോട്ട് ആക്കി കൊടുത്തു. അക്കൗണ്ടിലാക്കി കഴിഞ്ഞിട്ട് പണം കൈമാറാനായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോം പൂരിപ്പിച്ച് തന്നപ്പോൾ മക്കളുടെ വ്യക്തികളുടെ പേര് പകരം അവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് കണ്ടത്.
അപ്പം ചോദിച്ചു എന്തുകൊണ്ടാണ് മാഡം നേരിട്ട് ഇതുപോലെ അയച്ചു കൊടുക്കുന്നത്, മക്കൾക്ക് അയച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. ഒരു അഡീഷണൽ സ്റ്റെപ്പാണ് ഞാൻ എടുത്തത്. അതായത് മക്കൾ അയച്ചു തന്നാണെങ്കിൽ തീർച്ചയായും മക്കളുടെ അയച്ചു തന്ന ആ ഒരു അക്കൗണ്ട് നമ്പറും ആ ഒരു ചാറ്റും കാണുമല്ലോ, അത് എന്നെ കൂടി കാണിക്കാമെങ്കിൽ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അല്പം പരുങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് തപ്പുന്ന പോലെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാങ്കിൽ നിൽക്കുന്ന സമയമെല്ലാം വീട്ടമ്മയുടെ ഫോണിലേക്ക് തട്ടിപ്പു സംഘം സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഫോണിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ചു. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് മെസ്സേജിൽ കണ്ടതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായി. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ വീട്ടമ്മയുടെ ഫോണിൽ നിന്ന് തട്ടിപ്പു സംഘത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത്. ആ തുക ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റി. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് തട്ടിപ്പ് പൊളിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഓൺലൈൻ വാതുവയ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ക്രിക്കറ്റ് താരങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ ഇന്ത്യൻ താരങ്ങളായ സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും 11,14,00,000 രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. IXBet എന്ന ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കേസിൽ നടത്തിയ അന്വേഷണത്തിൽ താരങ്ങൾ നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചെന്ന് നേരത്തെ ED കണ്ടെത്തിയിരുന്നു. മുൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന, റോബിൻ ഉത്തപ്പ, ശിഖർ ധവാൻ, നടൻ സോനു സൂദ്, മിമി ചക്രവർത്തി, അങ്കുഷ് ഹസ്ര എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണ് സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും സ്വത്ത് കണ്ടുകെട്ടിയത്. ധവാന്റെ 4.5 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തും റെയ്നയുടെ 6.64 കോടി രൂപയുടെ മ്യൂച്വൽ ഫണ്ടും കണ്ടുകെട്ടാനാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആപ്പിന്റെ പ്രചാരവുമായി ബന്ധപ്പെട്ട് താരങ്ങൾ വിദേശ സ്ഥാപനങ്ങളുമായി പരസ്യ കരാറിൽ ഏർപ്പെട്ടുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വൻതോതിൽ നികുതി വെട്ടിപ്പും നടന്നതായി ആരോപിക്കപ്പെടുന്ന നിയമവിരുദ്ധ വാതുവയ്പ് ആപ്പുകൾ ഉൾപ്പെടുന്ന നിരവധി കേസുകളാണ് ED അന്വേഷിക്കുന്നത്. വാതുവയ്പ് വ്യവസായത്തിൽ 18 വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് 1xBet. ബ്രാൻഡിന്റെ ഉപഭോക്താക്കൾക്ക് നിരവധി കായിക ഇനങ്ങളിൽ വാതുവയ്പ് നടത്താം. കമ്പനിയുടെ വെബ്സൈറ്റും ആപ്പും 70 ഭാഷകളിലാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. മാർക്കറ്റ് വിശകലന സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം ഇത്തരം വിവിധ ഓൺലൈൻ വാതുവയ്പ് ആപ്പുകളിലായി ഏകദേശം 22 കോടി ഇന്ത്യൻ ഉപയോക്താക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഓസ്ട്രേലിയക്കെതിരായ 4ാം 2020-ൽ ഇന്ത്യക്ക് 48 റൺസ് വിജയം. 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 18.2 ഓവറിൽ 119 ഓൾ ഔട്ടായി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 5ാം മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ഇന്ത്യൻ ബൌളർമാർ തകർത്തെറിഞ്ഞതോടെ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റും അക്ഷർ പട്ടേൽ, ശിവം ദുബെ എന്നിവർ 2 വിക്കറ്റുകളും വീഴ്ത്തി. 24 പന്തിൽ 30 റൺസ് എടുത്ത ക്യാപ്റ്റൻ മിച്ചൽ മാർഷാണ് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് 56 റൺസ് കൂട്ടിച്ചേർത്തു. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 167 റൺസ് എടുത്തത്. 39 പന്തിൽ 46 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ ആണ് ഇന്ത്യൻ നിരയിൽ ടോപ്പ് സ്കോറർ.